രാവിലെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടും. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ ജനിച്ചവരുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സദൃശ്യവാക്യം 28 അധ്യായം എന്റെ 1-ാമത്തെ വാക്യം. ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി ആ വാക്യം ഞാൻ ആവർത്തിച്ച് വായിക്കുന്നു. ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. നമുക്കറിയാം, ശലോമോൻ എഴുതി തന്നിരിക്കുന്ന സദൃശവാക്യങ്ങൾ മനുഷ്യ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം ചേർത്ത് പഠിക്കുമ്പോൾ ശക്തമായ ഉപദേശങ്ങളും താക്കീതുകളും അതുപോലെ തന്നെ വിപൽ പ്രബോധനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ് സദൃശവാക്യം എന്ന് പറയുന്നത്. നമുക്ക് വായിച്ച് മനസ്സിലാക്കി നമ്മെ ക്രമീകരിക്കാൻ കഴിയുന്ന അനവധി കാര്യങ്ങൾ സദൃശവാക്യത്തിലുണ്ട്. 28 അധ്യായം എന്ന് പറയുന്നത് വിപൽ പ്രബോധനങ്ങളും നിർദ്ദേശങ്ങളുമാണ്. അത് നമ്മൾ വായിച്ച ഭാഗത്ത് 2 കാര്യങ്ങളാണ്. ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു. രണ്ടാമത്തെ കാര്യം, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. അല്ലേ? ഇപ്പം ദൈവമക്കളുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും ഒരു കൂട്ടം ദുഷ്ടശക്തികളുടെ പോരാട്ടമുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ, വീണ്ടെടുക്കപ്പെട്ട ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ ഒരു കൂട്ടം ദുഷ്ടന്മാരുടെ പോരാട്ടം എല്ലാ കാലഘട്ടത്തിലുണ്ട്. ദുഷ്ടന്മാർ ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും ക്രൈസ്തവ സമൂഹത്തിനും വിരോധമായി എഴുന്നേൽക്കുമ്പോൾ ദൈവം തന്റെ ജനത്തെ ബാലസിംഹത്തെ പോലെ നിർഭയമായി സൂക്ഷിക്കും. പ്രൈസലോ. ഈ തിരുവെഴുത്ത് ഞാൻ പറയുമ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്ക് നേരെ ദുഷ്ടന്മാരുടെ കൂട്ടമായി വരുമ്പോൾ, കൂട്ടം കൂടുമ്പോൾ, നിനക്ക് നേരെ തന്ത്രങ്ങൾ മെനയുമ്പോൾ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ വിട്ടുകൊടുക്കാതെ ബാലസിംഹം പോലെ നിന്നെ നിർഭയമായി സൂക്ഷിക്കുവാൻ ദൈവശക്തനാണ്. ഈ 2025 നിനക്ക് നേരെ ഉയരുന്ന, നിനക്ക് നേരെ കടന്നു വരുന്ന, നിനക്ക് നേരെ വെല്ലുവിളി ഉയർത്താൻ സകല ദുഷ്ടശക്തികളെ നീ ഓടിക്കണ്ട. അവർ തന്നെ ഓടിപ്പോകോളും. അവർ തന്നെ ഓടും. ദൈവം അവരെ ഓടിച്ചു കളയും. നിന്നെ ബാലസിംഹം പോലെ നിന്നെ ദൈവം ആക്കുമ്പോൾ നിന്നെ കണ്ട് ഭയന്നോടുന്ന നാളുകളായി മാറും. രക്തം ചെയ്യാം. പ്രൈസലോ. ഇവിടെ വായിക്കുമ്പോൾ എല്ലാ മൃഗങ്ങൾക്കും രാജാവ് സിംഹമാണ്. എല്ലാ മൃഗങ്ങൾക്കും രാജാവ് സിംഹമാണ്. അല്ലേ? അത് ഒരിക്കലും പിന്നോട്ട് പോകുകയില്ല. സിംഹം ഒരിക്കലും പിന്നോട്ട് പോകുകയില്ല. ധൈര്യമുള്ളതാണ് സിംഹം. മഹാബലശാലിയ. അല്ലേ? സ്തോത്രം. അപ്പൊ മാത്രമല്ല, അതിന് നല്ല ജ്ഞാനമുണ്ട്. ഈ സിംഹത്തിന് നല്ല ജ്ഞാനമുണ്ട്. പ്രൈസലോ. അപ്പൊ നീതിമാന്മാരായിരിക്കുകയാണെങ്കിൽ സിംഹത്തെ പോലെയുള്ള ധൈര്യം ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ ദൈവസ്ഥിതി നീതിമാനായിരിക്കുകയാണെങ്കിൽ ബാലസിംഹത്തെ പോലെയുള്ള ശക്തി, ബലം നിനക്ക് തന്ന് നിന്റെ മുമ്പിൽ നിന്ന് ശത്രു ചിതറിപ്പോകത്തക്ക നിലയിൽ, നിന്റെ മുമ്പിൽ ശത്രു ഓടിപ്പോകത്തക്ക നിലയിൽ ദൈവം നിന്റെ മുമ്പിൽ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിരിക്കുന്ന ദൈവത്തിന്റെ ആ അധികാരം നിന്റെ മേൽ ദൈവം പകരും. പ്രൈസലോ. ആരും ഓടിക്കാൻ ദുഷ്ടനെ ഓടിക്കോളും. നീ ആയിട്ട് ഓടിക്കാൻ നിൽക്കണ്ട. ദൈവം നിനക്ക് നിര നിൽക്കുന്ന ദുഷ്ടനെ ഓടിച്ചോളും. അല്ലേ? അപ്പൊ സകല മൃഗത്തിന് രാജാവ് ആരാണ്? സിംഹമാണ്. എന്ന് പറഞ്ഞ പോലെ ദൈവമക്കൾ എപ്പോഴും നീതിമാന്മാരായിരിക്കണം. നീതിമാന്മാരായിരിക്കുന്നെങ്കിൽ മാത്രമേ നമ്മളെ ബാലസിംഹം പോലെ ദൈവം വഴി നടത്തത്തുള്ളൂ. രക്തം ചെയ്യും. അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ആകുമ്പോൾ വലിയ ധൈര്യമാണ് നൽകുന്നത്. വലിയ ധൈര്യവും വലിയ ആവേശവും ഒക്കെ ദൈവം തരും. ദൈവം നമ്മൾ ശക്തമായ അഭിഷേകത്തെ നിറച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മൾ നിറഞ്ഞു നിന്ന് കഴിയുമ്പോൾ ആത്മാവിന്റെ പ്രവൃത്തി, ആത്മാവിന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിലേക്ക് വ്യാപരിച്ചിറങ്ങി വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ബലവാന്മാരായി മാറും. മഹാബലവാന്മാരായി മാറും. അല്ലേ? നിന്റെ ആരാധനയുടെ മധ്യത്തിൽ, നിന്റെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ, നിന്റെ സ്തുതി സ്തോത്രങ്ങളുടെ മധ്യത്തിൽ നിനക്ക് നേരെ നിൽക്കുന്ന ദുഷ്ടൻ താളടിയായി മാറും. രക്തം ചെയ്യും. പ്രൈസലോ.
അങ്ങനെയൊക്കെ അനവധി ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനവധി നന്മകളും ഉപകാരങ്ങളും നമുക്ക് കാണുവാനും കേൾക്കുവാനും പലരെക്കുറിച്ച് പഠിക്കുവാനും കഴിയും. അല്ലേ സ്തോത്രം. ഒരുപക്ഷെ നിങ്ങളും ആ അനുഭവത്തിലൂടെ കടന്നുപോയവരായിരിക്കാം. രക്തം ചെയ്യൽ. അപ്പൊ നമ്മൾ കർത്താവ് പറയുന്നത് സിംഹത്തെ പോലെ ധൈര്യവും ബലവും നിനക്കുണ്ടായിരിക്കണമെന്നാണ്. അല്ലേ? ക്രിസ്ത്യ ജീവിതത്തിൽ വിജയത്തോടു കൂടി അവസാനിക്കണം, വിജയത്തോടു കൂടി ഓടി അവസാനിക്കണം. ക്രിസ്ത്യ ജീവിതം പരാജയത്തോടു കൂടി ഓടി അവസാനിക്കുവാനല്ല, ക്രിസ്ത്യ ജീവിതം വിജയത്തോടെ ഓടി അവസാനിപ്പിക്കണം. അല്ലേലിയ. അപ്പം ധൈര്യം നമുക്ക് വളരെ ആവശ്യമാണ്. ക്രിസ്ത്യ ജീവിതത്തിൽ ധൈര്യം നമുക്ക് വളരെ ആവശ്യമാണ്. ഈ ധൈര്യം നമുക്കില്ലാത്തത് കൊണ്ടാണ് നാം പലപ്പോഴും ബലഹീനരായി വിശ്വാസം പോലും വിട്ടുപോകേണ്ട സാഹചര്യം വരുന്നത്. എന്നെ കേൾക്കുന്ന പരിസ്ഥിതിക്ക് ഈ ലോകവ്യാപകമായി നീ പരിശോധിച്ച് നോക്കിയാട്ട് ക്രൈസ്തവ സമൂഹം ആമി ഏൽക്കുന്ന നിന്ദകൾ, അപമാനങ്ങൾ, പരിഹാസം, ഉപദ്രവങ്ങൾ, ക്രിസ്തുവിന് വേണ്ടി എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളാണ് രക്തസാക്ഷിത്വം വരിക്കുന്നത്. എത്രയോ ജനങ്ങളെയാണ് കാരണം കൂടാതെ കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിലടയ്ക്കപ്പെടുന്നത്. എത്രയോ കുടുംബങ്ങളെയാണ്, തലമുറകളെയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. ഭീകരവാദവും തീവ്രവാദവും വർഗീയതയും കൂടെ ഒന്നിച്ച് അധികാരത്തിന്റെ കസേര ഇരിക്കുന്ന സകലരും ഒന്നിച്ച് ദൈവസഭയ്ക്കും ദൈവമക്കും ക്രൈസ്തവ സമൂഹത്തിനും ഒരുമിച്ച് എഴുന്നേറ്റാരും. ഹല്ലേലൂയ. നീ നീതിമാനായി നിന്നാൽ നിനക്ക് മുമ്പിൽ ആ ദുഷ്ടനെ ഓടിച്ച് ദൈവം കളയും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്കെപ്പോഴും പോരാട്ടങ്ങളുണ്ട്. അല്ലേ? അതുകൊണ്ട് ഈ ഓട്ടം കൂടി ജയിക്കുവാൻ നിങ്ങൾക്ക് വളരെ ബലം ആവശ്യം, ധൈര്യം ആവശ്യമാണ്. അല്ലേ? കാരണം പ്രശ്നങ്ങളെ എതിർത്ത് നിൽക്കുവാൻ, പ്രശ്നങ്ങളോട് നിങ്ങൾ എതിർത്ത് നിൽക്കണം. പ്രശ്നങ്ങളോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഒരുവൻ പ്രശ്നമായിട്ട് വരുമ്പോൾ നിങ്ങൾ അവർക്ക് നേരെ വാളും വടിയുമായിട്ട് ചെല്ലുവാനല്ല. നിനക്ക് നേരെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ നിന്നെ തകർക്കുവാൻ, നിന്നെ ഉടയ്ക്കുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ പരീക്ഷിക്കുവാൻ നിനക്ക് നേരെ ചോദ്യചിഹ്നങ്ങൾ ഉയരുമ്പോൾ, സമൂഹത്തിനെ താഴ്ത്തുവാൻ ഒരുങ്ങുമ്പോൾ, നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ, നിന്റെ ജീവിതത്തിന് നേരെ, കുടുംബത്തിന് നേരെ, തലമുറയ്ക്ക് നേരെ ശത്രു പ്രബലനായി മാറുമ്പോൾ, ഹല്ലേലൂയ, നിശബ്ദമായി മുഴങ്കാലും മടക്കിയിരുന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കുകയെന്നെങ്കിൽ, ഹല്ലേലൂയ, രക്തം ചെയ്യും. നിനക്ക് നേരെ കടന്നു വരുന്ന ദുഷ്ടനെ ദൈവം ഓടിച്ചു കളയും. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുമ്പോൾ തോറും നീ നീതിമാൻ എന്ന പദവിയിലേക്ക് വരികയാണ്. നീ പ്രാർത്ഥിക്കും തോറും നിന്നെ നീതിമാനാക്കിക്കൊണ്ടിരിക്കുക. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ബാലസിംഹം പോലെ ദൈവം നിന്റെ ഉള്ളിൽ ശക്തി പകരുക, നിനക്ക് ധൈര്യത്തിലാക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരിക്കൽ വളരെ പ്രതികൂലമായ സാഹചര്യത്തിലൂടെ കടന്നുപോയി. വളരെ വെല്ലുവിളിയാ. പലരും എന്നോട് പറഞ്ഞ് സൂക്ഷിക്കണം, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും പറഞ്ഞ് സൂക്ഷിക്കണം എന്നാ പറയുന്നേ. അപ്പൊ ഒരു അനുകൂലമായ വാക്ക് പോലും ആരും പറയുന്നില്ല. എല്ലാവരും ഭയപ്പെടുന്ന വാക്കുകളാണ് പറയുന്നത്. പലരോടും ഞാൻ എന്റെ വിഷയങ്ങളൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ അവരും എന്നെ ഭയപ്പെടുത്തുക ചെയ്യുന്നത്. ഞാൻ ദൈവത്തിന് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം കർത്താവ്, നീ എന്തിനു ഭയപ്പെടണം? അല്ലെങ്കിൽ ഞാനാണ് നിന്നെ വിളിച്ചത്, വേലയ്ക്കാക്കിയത്, ഞാനാണ് നിന്നെ കൊണ്ടുവന്ന് നിർത്തിയത്. നീ എന്തിനു ഭയപ്പെടണം? നീ ദൈവത്തിന് മുഴങ്കാലം മുടക്കി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്നെ ഏൽപ്പിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്റെ ഉള്ളിലെ ഭയം മാറിപ്പോയി. ഹല്ലേലൂയ. എന്റെ ഉള്ളിൽ വലിയൊരു ധൈര്യം കടന്നു വന്നു. എനിക്ക് മനസ്സിലായി ഒരു മഹാബലം എന്നെ വ്യാപരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥനയിൽ ശക്തമായി മാറി. എനിക്ക് നേരെ ഉണ്ടായിരുന്ന എതിരാളികളെ എല്ലാം ദൈവം തുരത്തി ഓടിച്ചു. ചിലരെയൊക്കെ ദൈവം ഭൂമിയിൽ തന്നെ മാറ്റിക്കളഞ്ഞു. എനിക്ക് മനസ്സിലായി നമ്മുടെ ദൈവം ശക്തനാണ്, നമ്മുടെ ദൈവം വലിയവനാണ്. ദൈവത്തിന് നാം നീതിമാന്മാരായി നിന്നു കഴിഞ്ഞാൽ യഹൂദ ഗോത്രത്തിലെ സിംഹമായ നമ്മുടെ കർത്താവ് നമ്മെ ബാലസിംഹത്തെ പോലെ നമ്മുടെ ഉള്ളിൽ ബലം പകരുന്നവനാണെന്ന് എനിക്ക് മനസ്സിലായി. അതെ അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുക. അതെ, നീ തകരണ്ട, നീ തളരണ്ട, നീ ക്ഷീണിക്കണ്ട, നീ മടുത്തു പോകണ്ട, നിരാശപ്പെട്ടു പോകണ്ട, നീ ബലഹീനനാകണ്ട, നീ നാളെക്കുറിച്ച് ചിന്തിക്കണ്ട. നീ ദൈവത്തിന് പ്രാർത്ഥിച്ചു തുടങ്ങുക ശ്രോതാവേ. ദൈവം നിന്നെ മാനിക്കും, രക്തം ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കുന്നതാണ്. ദൈവവചനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംരക്ഷണമാണ്. ഹല്ലേലൂയ. ദൈവവചനം എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും തീമതിലാണ്, കോട്ടയാണ്. ഹല്ലേലൂയ. ദൈവവചനം എന്ന് പറഞ്ഞാൽ നമ്മെ വഴി നടത്തുന്ന ആലോചന നൽകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മാരകായുധങ്ങൾ എടുത്ത് പോരാടുവാനല്ല, ശത്രുവിന്റെ തന്ത്രങ്ങളെ, പ്രശ്നങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ, പോരാട്ടങ്ങളെ തകർക്കുവാൻ ദൈവത്തിന്റെ സർവായുധ വർക്കം നീ ധരിക്കണം. ഹല്ലേലൂയ. പോരാട്ടങ്ങളെ തകർക്കാൻ പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് പറയുന്നത്,
നീ ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണമെന്നാണ്. ലേലിയ. അതുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ശക്തമായി നമ്മോട് പറഞ്ഞത്, ലേലിയ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിച്ചത്. ലേലിയ. അതിനെക്കുറിച്ച് എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10, 11, 12 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് സുപരിചിതമായ നല്ല വചനമാണ്. നമ്മളെ ആനന്ദിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, എപ്പോഴും നമ്മൾ എടുത്തു പറയുന്ന, സുവിശേഷ പ്രസംഗത്തിനകത്ത്, സുവിശേഷ ജോലിക്കകത്ത്, സുവിശേഷം പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ശക്തമായി ഉപയോഗിക്കുന്ന ഒരു വചനമാണ് എഫേസ്യ ലേഖനം 6:10, 11, 12 വാക്യങ്ങൾ. എന്താണ് ആ വചനം? ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിന് ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. അപ്പം പിശാചിന് എന്താ ഉള്ളത്? തന്ത്രമാണ്. പിശാചിന്റെ തന്ത്രങ്ങളോട് അവര് തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നിനക്ക് നേരെ പിശാചി തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ പിശാചി തന്ത്രങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ, നിനക്ക് നേരെ അത് കൊണ്ടുവരണമെങ്കിൽ അവനൊരു മനുഷ്യനെ ആവശ്യമാണ്. അല്ലേ? പിശാചിന്റെ തന്ത്രങ്ങൾ നിനക്ക് നേരെ കടന്നു വരുന്ന മനുഷ്യനിലൂടെ. അത് ഒരുപക്ഷെ നിന്റെ സഹോദരനിലൂടെ ആയിരിക്കാം, നിന്റെ സഹോദരിയുടെ ആയിരിക്കാം, നിന്റെ കൂട്ടുവിശ്വാസിലൂടെ ആയിരിക്കാം, നിന്റെ മാതാവിലൂടെ, പിതാവിലൂടെ, നിന്റെ ബന്ധുമിത്രാദികളുടെ, നിന്റെ അയൽവാസികളുടെ, അധികാരികളുടെ ആയിരിക്കാം നിനക്ക് ഈ തന്ത്രങ്ങൾ നേരിടേണ്ടി വരുന്നത്. പക്ഷെ നീ അതിനകത്തൊന്നും ഭാരപ്പെടണം. ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് നീ ദൈവത്തിന് പോരാടി പ്രാർത്ഥിക്കുന്നെങ്കിൽ, അല്ലേലൂയ, നീ ദൈവമഹത്വം കാണും. അല്ലേലൂയ. എന്നിട്ട് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അല്ലേലൂയ, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്, ആകാശമണ്ഡലത്തിലെ ദുഷ്ടാത്മസേനയോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. അല്ലേലൂയ. ആത്മീയമായി നീ വളരുവാൻ ആഗ്രഹിക്കുമ്പോൾ, ആത്മീയമായി നീ ഉയരുവാൻ ആഗ്രഹിക്കുമ്പോൾ, നിന്റെ തകർത്ത് കളയത്തക്ക നിലയിൽ പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ എന്നെ കേൾക്കുന്ന ശ്രോതാവി നീ ജയിക്കണം. ഈ 2025 ക്രൈസ്തവ ജീവിതം വിജയത്തോടെ ഓടി നീ ജയിക്കണം കേട്ടോ. നിന്നെ തകർക്കുവാൻ പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ നിനക്ക് നേരെ ശത്രു എഴുന്നേൽക്കുമ്പോൾ നീ ഭാരപ്പെട്ടു പോകണ്ട. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ദൈവം വിടുവിക്കുവോ ശക്തനാ, രക്തം ചെയ്യും. പ്രൈസലോ. പ്രതികൂലങ്ങളിൽ നമ്മൾ തളരരുതെന്ന, ഈ പ്രതികൂലങ്ങളിൽ തളരാതെ നിന്ന ചില വ്യക്തികളാണ് ഈ അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. അപ്പോസ്തലന്മാരൊന്നും പ്രതികൂലങ്ങൾ തളർന്നവരല്ല. യേശുവിന്റെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട, കർത്താവിന്റെ വിളി കേട്ട് കർത്താവ് വിളിച്ചിറക്കിയ, കർത്താവിന്റെ കൃപയുള്ള, കർത്താവിനാൽ അഭിഷേകം നിറയപ്പെട്ട കർത്താവിന്റെ ശിഷ്യന്മാർ. അവരുടെ ഒരിക്കലും പ്രതികൂലങ്ങളിൽ തളരത്തില്ല. അവർ ധൈര്യശാലികളായിരിക്കും, പരാക്രമശാലികളായിരിക്കും. അല്ലേലൂയ. അതുകൊണ്ട് നിന്റെ മേലുള്ള വ്യാപാരത്തെ, നിന്റെ മേലുള്ള ആ തന്ത്രത്തെ, നിന്റെ മേലുള്ള ശത്രുവിന്റെ അവകാശത്തെ നിനക്ക് ജയിക്കണമെങ്കിൽ, അല്ലേലൂയ, ദൈവം നിന്റെ മേൽ വെച്ചിരിക്കുന്ന അഭിഷേകമുണ്ട്. ദൈവം നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിനകത്ത് നിന്ന് ആരാധിച്ചു കഴിയുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ, ആമേൻ, പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ നിനക്ക് ജയിക്കാൻ കഴിയും. അല്ലേലൂയ. അഭിഷേകത്തിൽ നീ ആരാധിക്കുമ്പോൾ, അഭിഷേകത്തിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, അഭിഷേകത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോൾ ആരും ഓടിക്കാതെ നിനക്ക് നേരെ നിൽക്കുന്ന ദുഷ്ടന്മാർ ഓടിപ്പോകും. അല്ലേലൂയ. അവർ ഒരു വഴിയായി വന്നിട്ട് 7 വഴിയായി ഓടിപ്പോകുമെന്നാണ്. അല്ലേലൂയ. നമ്മൾ ഈ ആവർത്തന പുസ്തകം 28:7 തോന്നുന്നു, അവിടെ നിങ്ങൾക്ക് വായിച്ചാൽ കാണാൻ കഴിയും, എഴുതിയിട്ടുണ്ട്. ഏതാ ദുഷ്ടൻ എങ്ങനെ വരുന്നത്? ഒരു വഴിയായിട്ട് വരും. എന്നിട്ട് നിന്റെ പ്രാർത്ഥിച്ച് നീ തുടങ്ങുമ്പോൾ, നീ ആരാധിച്ചു തുടങ്ങുമ്പോൾ, നിന്റെ മേലുള്ള അഭിഷേകം ഇറങ്ങി കഴിയുമ്പോൾ, യഹൂദ ഗോത്രത്തിലെ സിംഹമായ കർത്താവിന്റെ ആമേൻ സന്നിധി ബാലസിംഹത്തെ പോലെ നീ ആയി മാറുമ്പോൾ എന്ത് ചെയ്യും? വലിയ ആ ശക്തി ബലം നിന്റെ മേൽ വരുമ്പോൾ എന്ത് ചെയ്യും? ആ ശത്രു 7 വഴിയായിട്ട് ഓടിപ്പോകുന്നു. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിലൊന്ന് സ്തോത്രം പറയാമോ? നിന്നെ ഈ 2025 തകർക്കാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയത്തില്ല. 2025 ക്രൈസ്തവ സമൂഹത്തെ തകർക്കുവാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയത്തില്ലെന്ന്. ഈ 2025 എന്ന് പറയുന്ന ലോകമെമ്പാടും ക്രൈസ്തവ സഭയുടെ ഉയർച്ചയാണ്. ക്രൈസ്തവ സമൂഹം വിജയത്തോടെ ഓടി ഓട്ടം അവസാനിപ്പിക്കുന്ന ഒരു വർഷമാണ് ഈ 2025. വലിയ ഉണർവിന്റെ കാലഘട്ടമാണ്.
വലിയ ഉണർവ് ദേശത്ത് ദൈവം അയക്കുമ്പോൾ, സഭയിൽ ദൈവം അയക്കുമ്പോൾ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരം വരെ പാർക്കുന്ന വലിയൊരു ചെറിയരും സകല ധനാഢ്യന്മാരെയും കോടീശ്വരന്മാരെയും ദൈവം സന്ദർശിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചിലരുടെ പേരും കൂടെ ദൈവം ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കാൻ പോവുക. ചില ജീവിതങ്ങളുടെ ആ ദൈവ സാന്നിധ്യം അനുഭവിച്ച് നിത്യതയുടെ അവകാശിയാക്കി, സ്വർഗരാജ്യത്തിലെ അവകാശിയാക്കി ദൈവം മാറ്റിയെടുക്കുന്ന വർഷമാണ് ഈ 2025. തൊട്ടനെ ദൈവം ഓടിക്കും. ഉണർവിന്റെ കാലഘട്ടമാണ്. അപ്പം അത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ഉണർവ് കാണുമ്പോൾ ദുഷ്ടന്മാർ എഴുന്നേക്കുമെന്നേ. ദൈവസഭയ്ക്ക് ഉണർവ് കാണുമ്പോൾ, നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ, നിന്റെ ആരാധന വെളിപ്പെടുമ്പോൾ, നീ പ്രാർത്ഥനയും ശക്തിമാന്മാരായി മാറുമ്പോൾ, നീ സ്തുതിച്ചു തുടങ്ങുമ്പോൾ എന്ത് ഈ ശത്രു നിനക്ക് നേരെ എഴുന്നേക്കുമെന്ന്. നിന്റെ പ്രാർത്ഥനയെ കെടുത്തിക്കളയുവാൻ, നിന്റെ ആരാധന കെടുത്തിക്കളയും, നിന്റെ അഭിഷേകത്തെ ചൂഷണം ചെയ്യുവാൻ, നിന്നെ നിരാശപ്പെടുത്തക്ക നിലയിൽ സാത്താന്യ ശക്തികൾ നിനക്ക് നേരെ എഴുന്നേറ്റ് വരാൻ സാധ്യതയുണ്ട്. നീ പതറി പോകണ്ട, പ്രാർത്ഥിച്ചു തുടങ്ങുക. ദൈവം നിന്നെ ശക്തനാക്കിക്കൊള്ളു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഫിലിപ്പ്യ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് പൗലോസ് അതിശക്തിയോടെ വെല്ലുവിളിച്ചു പറയുക. ഫിലിപ്പിലെ 4:13 വായിച്ചത് കാണാൻ കഴിയും. എന്നെ ശക്തനാക്കുന്നവന് സകലത്തിനും മുഖാന്തരം അവൻ ജയാളിയാകും. പൗലോസിനെ ശക്തനാക്കിയ ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം എന്നെ ശക്തനാക്കി മാറ്റുമെന്ന്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് നിൽക്കണം. ഞാൻ ആ ഭാഗത്തിലേക്ക് വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, അത് പലപ്പോഴും നമ്മൾ പ്രസംഗിക്കാറുണ്ട്. പക്ഷെ എന്റെ വിഷയം അതല്ല. ഹല്ലേലൂയ. അപ്പൊ കർത്താവിൽ ശക്തിപ്പെടുവാൻ ആവശ്യപ്പെട്ട ശേഷം ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ധരിക്കാൻ പൗലോസ് പറയുക. അതിൽ 7 വിധ സംരക്ഷണങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതെ, ആ ഭാഗത്തെക്കുറിച്ച് അടുത്ത ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു വരും. രക്തക്ഷയം. ഇവിടെ ഞാൻ അതിന്റെ വാലിൽ ഞാൻ ശുശ്രൂഷിച്ചു വന്ന ദൈവത്തിന്റെ വചനത്തിലേക്ക് വരട്ടെ. ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാർ ബാലസിംഹം പോലെ അല്ലൊരു നിർഭയമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, സാത്താൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട തന്ത്രമായ ജോലി ജനങ്ങൾ ധൈര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പിശാച് കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് നമ്മുടെ ധൈര്യത്തെ കെടുത്തി കളയുക. നമ്മൾ ധൈര്യം ഇല്ലാതാക്കുക. ഹല്ലേലൂയ. ധൈര്യത്തെ കെടുത്തിക്കളയുക. അതായത് നമ്മുടെ ഉള്ളിൽ ഭയം വർദ്ധിപ്പിക്കുന്ന അനുഭവങ്ങൾ, നമ്മുടെ ഉള്ളിൽ ഭയം വർദ്ധിപ്പിക്കുന്ന, ഇരുട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോയി ഭയപ്പെടുന്ന അനുഭവങ്ങൾ. അങ്ങനെ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ധൈര്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, നമ്മൾ ബലഹീനായി കഴിയുമ്പോൾ, ഭയത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കത്തക്ക നിലയിൽ നാം തളരാൻ സാധ്യതയുണ്ട്. പിശാച് പറയും, നീ ഒരു കുറ്റവാളിയാണ്. ഹല്ലേലൂയ. പിശാച് പറയും, നീ ഒരു കുറ്റവാളിയാ. അങ്ങനെയൊക്കെ പിശാച് നമ്മെ തന്ത്രത്തിലൂടെ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ ഭയപ്പെട്ട് കഴിയുമ്പോൾ നമുക്കറിയാം, ആവശ്യമില്ലാത്ത പനികളൊക്കെ വരും. ഇപ്പോൾ ചിലർക്ക് പെട്ടെന്ന് തുള്ളപ്പനി വരും. ഹല്ലേലൂയ. കുട്ടികളായിരുന്നു തുള്ളപ്പനി, പെട്ടെന്നുള്ള പനി, ഭയം ഒക്കെ ചില നേരിടണം. അങ്ങനെയുള്ള സമയം പനി വന്നു, രാത്രി ദുഷ്ടസ്വപ്നങ്ങൾ കാണുന്നു, അങ്ങനെ പലതും കണ്ട് ഭയപ്പെടുന്നു, രോഗം ബാധിക്കുന്നു. അങ്ങനെ വിവിധ തലത്തിൽ നിന്നെ ക്ഷീണിപ്പിച്ച് കളയാൻ വേണ്ടി പിശാച് വരുന്നു. ഹല്ലേലൂയ. അത് ഒരു സാധാരണ ഒരു പ്രവൃത്തിയാണ് കേട്ടോ. പിശാച് നമ്മുടെ ധൈര്യത്തെ കെടുത്തി കളയുമ്പോഴാണ് നമുക്ക് തുള്ളപ്പനി ഉണ്ടാകും. ഹല്ലേലൂയ. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഹല്ലേലൂയ. തുള്ളപ്പനി വരും, ജലദോഷം വരും, തലവേദന വരും, മൂക്കടപ്പ് വരും, ചുമ വരും, ശ്വാസം മുട്ടൽ വരും. നിങ്ങൾക്ക് ഭയങ്കര കുളിര് വരും. പിന്നെ പുതച്ചു മുടിയുള്ളിൽ കിടക്കാൻ ഭയമാണ്. പിന്നെ എന്ത് വരും, എന്ത് സംഭവിക്കും, എങ്ങനെ ഇത് രക്ഷിക്കപ്പെടും, എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെയുള്ള ഭയങ്കരമായ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ തന്ന് നിന്റെ അധൈര്യപ്പെടുത്തുന്ന സാത്താന്റെ തന്ത്രം. അവനെ ഭയങ്കര തന്ത്രശാലിയാ. ഹല്ലേലൂയ. സ്തോത്രം, ഭയങ്കര തന്ത്രശാലിയാ. ഹല്ലേലൂയ. അപ്പൊ വിവിധമായ തലത്തിൽ നിന്നെ പ്രയാസപ്പെടുത്തും. ഹല്ലേലൂയ. ജനങ്ങളെല്ലാം പറയും അവന് ഭയമാണ്, അവൻ ഭയപ്പെട്ടു പോയി, എന്തിനോ കണ്ട് പേടിച്ചു ഭയപ്പെട്ടു എന്നൊക്കെ ജനവും പറയുന്നേ. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയും. നമുക്കറിയാം, വളരെ പ്രാർത്ഥന മനുഷ്യനായിരുന്നു. തന്റെ മക്കൾക്ക് വേണ്ടി വളരെ പ്രാർത്ഥിക്കുകയും യാഗങ്ങളൊക്കെ കഴിച്ച് കുടുംബത്തിന് വേണ്ടി നന്നായിട്ട് ശുശ്രൂഷ ചെയ്ത് കുടുംബത്തിൽ നല്ല ദൈവസാന്നിധ്യത്തോട് നിറഞ്ഞു നിന്ന യോബിന്റെ കുടുംബത്തിനകത്ത്, യോബിന്റെ കുടുംബം അറിയാവില്ല നിങ്ങൾക്ക്? യോബിന്റെ കുടുംബത്തിൽ 10 മക്കളും മരിച്ചു. അടുമാട് കന്നുകാലികളെല്ലാം നഷ്ടപ്പെട്ടു. ഭാര്യയും കൂടെ ഉപേക്ഷിച്ചു. സ്നേഹിതന്മാർ വന്ന് എല്ലാവരും കൂടെ കൂടി നിന്ന് യോബിനെ കുറ്റപ്പെടുത്തി, ആശ്വസിപ്പിക്കാൻ വന്നവർ പോലും കൂടെ നിന്ന് കുറ്റപ്പെടുത്തുമ്പോൾ യോബിന്റെ ഉള്ളിൽ ആ ധൈര്യം കൊണ്ടുവരുവാൻ, തന്നെ ധൈര്യഹീനാക്കി മാറ്റുവാൻ തന്ത്രങ്ങൾ മെനയുക.
അല്ലേരിയ. പക്ഷെ യോബ് അവിടെ ഒന്നും തളർന്നു പോയില്ല കേട്ടോ. യോബ് തളരാതെ തന്റെ സ്നേഹിതന്മാരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്നത്, അല്ലേരിയ, ദൈവം തന്നിൽ പ്രവർത്തിക്കുന്നത് ആ കഷ്ടതയുടെ നടുവിലും തന്നെ കൈപിടിച്ചുയർത്തുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോക്കോളും, നീതിമാന്മാരും ബാലസിംഹം പോലും നിർഭയമായിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് പറയുന്നുണ്ടെങ്കിൽ നീ തളരുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ തളരുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. ആമീൻ. നിന്നെ ഭയപ്പെടുത്തുവാൻ വരുന്ന ശത്രുവിന്റെ മുമ്പിൽ നീ ജയിച്ചു കാണിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, ഈ വർഷം എന്ന് പറയുന്നത് നിനക്ക് അനുകൂലമാണ്. നീ ജയാളിയായി ഓടി ജയത്തോടെ നിന്റെ ഓട്ടം തികയ്ക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ജീവിതത്തിൽ ആത്മീയ ബലം നഷ്ടപ്പെട്ടു പോകാതെ, തളർന്നു പോകാതെ, ഭയത്തോടുകൂടി ജീവിക്കാതെ നിന്റെ ജീവിതം ജയത്തിലേക്ക് കൊണ്ടുവരണം. കഷ്ടങ്ങളും പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉള്ളതാണെന്ന് ചിന്തിക്കണം. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ഹല്ലേലൂയ, കഷ്ടങ്ങൾ കടന്നു വരുന്നത്, ബലഹീനതകൾ കടന്നു വരുന്നത്, രോഗങ്ങൾ കടന്നു വരുന്നത്, വ്യാധികൾ വരുന്നത്, ഞെരുക്കങ്ങൾ വരുന്നത്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടന്നു വരുന്നത്, ദാരിദ്ര്യത്തിന്റെ അനുഭവം കടന്നു വരുന്നത്, ആമീൻ, സുവിശേഷ മുഖാന്തരം നിന്ദിക്കപ്പെടുന്ന, അപമാനിക്കപ്പെടുന്നത്, പരിഹസിക്കപ്പെടുന്നതെല്ലാം നമുക്ക് ദൈവം അനുവദിച്ചു വെച്ചിട്ടുള്ളതാണെന്ന് കൂടെ നമ്മൾ തിരിച്ചറിയണം. അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പൗലോസ് ശിഷ്യന്മാരോട് പറഞ്ഞ് മനസ്സുറപ്പിച്ചെന്ന് പറയുന്നത്. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 14:22 വായിച്ചാൽ കാണാൻ കഴിയും. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നോ അനേക കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു ശിഷ്യന്മാരുടെ മനസ്സിന് ഉറപ്പിക്കുക. അത് തന്നെയല്ലേ ദൈവം നമ്മോടും ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ പരിഭവങ്ങളൊന്നും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. പരിഭവം പറഞ്ഞിരിക്കുവാനല്ല ദൈവം തന്നെ വിളിച്ചത്, ജയാളിയായി ഓടാൻ വേണ്ടിയാ കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, പരിഭവങ്ങളും പറഞ്ഞ് പരാതികളും പറഞ്ഞ് നിന്റെ സമയത്തെ നീ ദുർവിനിയോഗം ചെയ്യാതെ, ആമീൻ, നിനക്ക് തന്ന സമയത്തെ നീ ജയത്തോട് ഓടി കർത്താവിന്റെ വേല ചെയ്യണം. കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലം അവിടെ നിന്നോട്ടെന്നേ, അതൊരു സൈഡിൽ നിന്നോട്ടെ. അതൊന്നും നിങ്ങൾ ഓർത്ത് ഭാരപ്പെടണ്ട, അതൊക്കെ ദൈവം നീക്കിക്കോളും. രക്തം ചെയ്യും. ഹല്ലേലൂയ. ജീവിതം നമ്മൾ സന്തോഷിക്കണം, ക്രിസ്തുവിലാ കേട്ടോ. ജീവിതം എങ്ങനെ സന്തോഷിക്കുന്നത്? ക്രിസ്തുവിൽ സന്തോഷിക്കണം. ആരാധനയിലും പ്രാർത്ഥനയിലും സ്തുതിയിലും സ്തോത്രങ്ങളിലും ദൈവത്തിന് കൊടുക്കുന്നതിലും, ദൈവത്തെ മഹത്വപ്പെടുന്നതിലും, ദൈവത്തിന്റെ കൂട്ടായ്മയോട് ചേർന്ന് നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്ത് നാം ദൈവസന്നിധി നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ സന്തോഷമാക്കിയെടുക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് പറഞ്ഞ് സാത്താൻ കൊണ്ടുവരുന്ന വേറൊരു തന്ത്രമാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടില്ല എന്ന് പറയും. ഒന്നാമത് നമ്മുടെ ഉള്ളിൽ ധൈര്യം കെടുത്തും, പിന്നെ പനി, പല വ്യാധികൾ കൊണ്ടുവരും. രണ്ടാമത് സാത്താൻ കൊണ്ടുതരുന്ന തന്ത്രമാണ്, നിന്റെ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചില്ലെന്ന് പറയുന്ന. ചെല്ലു പറയുന്നില്ലേ, നിന്റെ അകൃത്യം ക്ഷമിച്ചതിന്റെ പാപം ക്ഷമിച്ചു എന്ന് ആരാ പറഞ്ഞേ? അങ്ങനെയൊക്കെ പലരും ചോദിക്കാതെ, അങ്ങനെ പലരും ചോദിക്കാറുണ്ടല്ലേ. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടില്ലെന്ന് പിശാച് പറയും. നീ ഒരു കുറ്റവാളിയാണ്, കർത്താവ് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കത്തില്ല എന്നെല്ലാമുള്ള പരാജയം നിറഞ്ഞ അല്ലെങ്കിൽ എണ്ണങ്ങളെയും ചിന്തകളെയും കൊണ്ട് നിന്റെ ഹൃദയത്തിൽ പിശാച് അവന്റെ തന്ത്രം നിറയ്ക്കും. അല്ലേരിയ. അവന്റെ തന്ത്രമാണ്. നിന്നെ അനുഗ്രഹിക്കത്തില്ല, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കത്തില്ല, നീ ഗതിപിടിക്കത്തില്ല, നന്മയുണ്ടാകത്തില്ല, തലമുറ രക്ഷപ്പെടത്തില്ല, അവൾ ജയിക്കത്തില്ല, അവൻ ജയിക്കത്തില്ല, അവന് ജോലി കിട്ടത്തില്ല, അവൾക്ക് ജോലി കിട്ടത്തില്ല, നിനക്കൊരു വീട് കിട്ടത്തില്ല, സ്ഥലം കിട്ടത്തില്ല, നിന്റെ പരാജയം മാറത്തില്ല, രോഗം മാറത്തില്ല, നിന്ന മാറത്തില്ല എന്നൊക്കെ പിശാച് നിന്റെ മുമ്പിൽ വന്നിരുന്ന് പറയും. നിന്റെ മുമ്പിൽ വന്നിരുന്ന് പറയും. എങ്ങനെ പറയുന്നത്? അവൻ മനുഷ്യരൂപത്തിൽ വന്നിരുന്ന് പറയും. നിന്റെ മുമ്പിൽ പിശാച് വന്നിരുന്ന് മനുഷ്യരൂപത്തിൽ നിന്നോട് സംസാരിക്കും. അല്ലേ? ബാക്കി നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ബലഹീനത വരുമ്പം അനവധി ശത്രുക്കൾ നിന്റെ അരികിലേക്ക് വരും. അല്ലേ? നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുക, നിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുവാൻ, നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ട് സാത്താൻ തന്ത്രങ്ങൾ വരെയും. അല്ലേ? അവിടെ നിന്ന് തകർന്നു പോകരുത്. നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കും. നീ അവിടെ എല്ലാം നീതിമാനായിരിക്കണം. അല്ലേ? എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ് നമ്മൾ ഹബക്കൂക്കിന്റെ പുസ്തകം 2:4 വായിക്കുന്നത്. അത് റോമാലേഖനത്തിൽ വരുമ്പോഴും, ഗലാത്യ ലേഖനത്തിൽ വരുമ്പോഴും, എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോഴും പൗലോസ് എടുത്തു പറഞ്ഞത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീ തളരാനല്ല, നീ ജയിക്കാനാ. നീ ജയിക്കാനുള്ളവനാണ്, നീ ജയിക്കാനുള്ളവളാണ്. മരണത്തെ നീ ഭയപ്പെടരുത്. ദുഷ്ടനെ നീ ഭയപ്പെടരുത്, സാത്താനെ നീ ഭയപ്പെടരുത്. നീ ഭയപ്പെടേണ്ട ദൈവത്തെ ഭയപ്പെടണം. ഹല്ലേലൂയ. അപ്പം പലവിധമായ തന്ത്രങ്ങളും നിനക്ക് നേരെ കൊണ്ടുവരും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലെ ഉത്സാഹങ്ങൾ കുറഞ്ഞു പോകും.
പിശാച് പലതും പറഞ്ഞതിനെ അപമാനിച്ച് പരിഹസിച്ചു നിന്റെ ഉത്സാഹത്തെ കെടുത്തിക്കളയും. സന്തോഷത്തെ നഷ്ടപ്പെടുത്തും. അല്ലേ? നീ ജഡം പോലെ ജീവിക്കാൻ തുടങ്ങും. അല്ലേ? അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തെ ആരാധിക്കാൻ ഉത്സാഹം നഷ്ടപ്പെടും. അല്ലേ? ഉത്സാഹം നഷ്ടപ്പെടും, സന്തോഷം നഷ്ടപ്പെടും. അല്ലേ? ജഡം പോലെ നീ ജീവിക്കും. അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ കടന്നു ചെന്ന്, പുതുവർഷത്തിന്റെ പ്രാരംഭം വല്ല ഒരു വീട്ടിൽ കടന്നു ചെന്ന് ആ വീട്ടിൽ അല്പസമയം വെയിറ്റ് ചെയ്തവരിന്ന് പ്രാർത്ഥിച്ചൊക്കെ പോരാൻ നേരത്തെ വീട്ടിലെ വീട്ടിന്റെ ഉടയവരോട് പറയാണ്, മക്കളെ ഞായറാഴ്ച എത്ര വിളിച്ചാലും അവർ എഴുന്നേക്കത്തില്ല, അവർ കിടന്നുറക്കവാ. തലേ ദിവസം ചോറുണ്ണാണ്ടിരിക്കുമ്പോൾ പറയും, അല്ലേ നമുക്കെല്ലാം കൂടെ രാവിലെ ആരാധനയ്ക്ക് പോകണം, പ്രാർത്ഥന, അവരെല്ലാം മൂളിക്കിട്ടും വരാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അലരിയ അവർക്ക് വിളിച്ചാൽ എഴുന്നേക്കത്തില്ല, അവർ രാവിലെ വിളിച്ച് എഴുന്നേക്കത്തില്ലെന്ന്. അങ്ങനെ വിളിച്ചു മക്കളെ മാറി മാറി വിളിച്ചു, മരുമോളെ വിളിച്ചു, ഭർത്താവ് വിളിച്ച, അമ്മ ആരാധനയ്ക്ക് പോകണമെന്ന് പറയുന്നു. എങ്ങനാ? മരുമോൾക്ക് തീരുമാനമൊന്നുമില്ല, അമ്മ ആരാധനയ്ക്ക് പോകണമെന്ന് പറയുന്നത് എങ്ങനാ ചേട്ടാന്ന്? അത് നീ കിടന്ന് ഉറങ്ങിക്കൂ. നീ കിടന്ന് ഉറങ്ങുന്ന സമയത്തിലേക്ക് വരിക, ഉറങ്ങി ആശ്വസിച്ചു കൊടുക്കാന്ന് കർത്താവ് ചുറ്റുമാരോട് പറഞ്ഞവരെ. നിന്റെ ഉറക്കം വിട്ട് എഴുന്നേക്കുന്ന ഒരു ദിവസമുണ്ട്. ആരാധനയ്ക്ക് ഇതിനെ വിളിക്കുമ്പോൾ, ആരാധനയ്ക്ക് പോകാത്ത പറയുമ്പോൾ അമ്മയോട് ചോദിക്കട്ടെ, അപ്പനോട് ചോദിക്കട്ടെ, അപ്പാപ്പനോട് ചോദിക്കട്ടെ, അമ്മായിയോട് ചോദിക്കട്ടെ, അച്ചാച്ചനോട് ചോദിക്കട്ടെ, അയൽവാസിയോട് ചോദിക്കട്ടെ, ഭർത്താവിനോട് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നീ കിടന്ന് ഉറങ്ങിക്കോ. നിന്നെ ഉറക്കുന്ന ദിവസങ്ങൾ അടുത്ത് വരിക. അല്ലേ വരിക. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. ദൈവസഭയ്ക്കകത്ത് ആരാധനയ്ക്ക് കടന്നു വരണം. അല്ലേരിയ. നീ അനുഗ്രഹിക്കപ്പെടണം. നിന്റെ കുടുംബത്തിലെ ശാപങ്ങൾ മാറണം, കെട്ടുകൾ അഴിയണോ, ബന്ധനങ്ങൾ അഴിയണോ. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നീ നന്നായ രീതിയിൽ നടക്കണമെങ്കിൽ, നിനക്ക് നിരക്കുന്ന ദൂട്ടൻ ഓടിപ്പോകണമെങ്കിൽ, നീ ദൈവസഭയ്ക്കകത്ത് കടന്നു വന്ന് വിശുദ്ധന്മാരോടൊപ്പം ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. വിശുദ്ധന്മാർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവർ നിന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അവർ നിന്നോട് വചനം പറയുമ്പോൾ, അവരുടെ മേൽ അഭിഷേകം സഭയ്ക്കകത്ത് ഇറങ്ങി വരുമ്പോൾ, എന്നെ കേൾക്കുന്ന സഹോദര നിന്റെ മേലുള്ള ദുരാത്മാവ് മാറിപ്പോകും, നിന്റെ ഭയം മാറിപ്പോകും. സ്വോത്രം. അങ്ങനെയൊക്കെയാ കേട്ടോ. അവന് മാനസാന്തരപ്പെടാത്ത വിശ്വാസി പറയും ഞാൻ ആരാധനയ്ക്ക് വരുന്നില്ലെന്ന് പറയും. മാനസാന്തരപ്പെടാത്ത വിശ്വാസിയുണ്ട് സഭയ്ക്കകത്ത്. മാനസാന്തരപ്പെടാത്ത വിശ്വാസി കാഴ്ചയിൽ അവർ രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, അഭിഷേകത്തിലൊക്കെ ആരാധിക്കൊണ്ട് തിരുമേശയുടെ ഭാഗമൊക്കെ എടുക്കുന്നവരാണ്, എല്ലാം ചെയ്യുന്നവർ. പക്ഷെ അവർ മാനസാന്തരം വന്നിട്ടില്ല. മാനസാന്തരം വന്നാൽ നീ ഞായറാഴ്ച ആരാധനാലയത്തിൽ കാണും. മാനസാന്തരം ഇല്ലാത്തത് കൊണ്ടാണ് നീ ഞായറാഴ്ച അതിലേക്ക് ഓടി നടക്കുന്നത്. അല്ലേലിയ. നിനക്ക് മാനസാന്തരം ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ട് നിന്നെ ഞായറാഴ്ച ഓടിച്ചുകൊണ്ടിരിക്കും. അല്ലേലിയ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ നീ ദൈവസഭയ്ക്കകത്ത് ദൈവത്തെ ആരാധിക്കും, രക്തം ചെയ്യും. അല്ലേലിയ. ഇവിടെ ദൈവത്തിന് പറഞ്ഞു, കാട്ടിൽ ജീവിക്കുന്ന സിംഹം ഒരു മൃഗത്തെ ജയിക്കുവാൻ ചിന്തിക്കുമ്പോൾ ആദ്യമായി അത് ഭയങ്കരമായി ഗർജിച്ച് മൃഗങ്ങളെ ഭയപ്പെടുത്തും. അല്ലെ? കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളുടെ രാജാവാണല്ലോ അല്ലെ സിംഹം എന്ന് പറയുന്നത്. സിംഹം അല്ലെ മറ്റൊരു മൃഗത്തെ ചിന്തിക്കളയുവാൻ, അല്ലെ തകർക്കുവാൻ, അല്ലെ അതിനെ ഇരയാക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെ സിംഹം എന്ത് ചെയ്യും? ആദ്യമായിട്ട് അത് ഭയങ്കരമായി ഗർജിക്കും. ആ ഗർജനം കേൾക്കുമ്പോഴത്തെ മറ്റു മൃഗങ്ങളുടെ എല്ലാം ഉള്ളിൽ ഭയങ്കര ഭയം നേരിടും. അല്ലെ? സിംഹത്തിന്റെ ശബ്ദത്താൽ കാട് നടുങ്ങാൻ തുടങ്ങും. കാട്ടുമൃഗങ്ങൾ ഭയന്ന് അവിടെയായി ഓട്ടി മറയുവാൻ തുടങ്ങും. ഒടുവിൽ അത് സിംഹങ്ങൾക്കിരയായി മാറും. അല്ലേലിയ. അപ്പൊ സിംഹം ഗർജിക്കുമ്പോൾ കാട് നടുങ്ങും, കാട്ടുമൃഗങ്ങൾ നടുങ്ങും, ഭയപ്പെടും. മൃഗം 4 പാടും ചിതറി ഓടുമ്പോൾ എന്ത് ചെയ്യും? സിംഹത്തിന് മൃഗങ്ങൾ ഇരയായി മാറും എന്ന് പറഞ്ഞതുപോലെ നീ ദൈവസന്നിധി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, അഭിഷേകത്താൽ നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ, നീ ദൈവത്തിന്റെ വചനത്താൽ വീണ്ടെടുക്കപ്പെട്ട് വചനമെന്ന ജലത്താൽ സ്നാനപ്പെട്ട് കർത്താവിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട് നിൽക്കുന്നവനാണെങ്കിൽ, യേശുവിന്റെ രക്തത്താൽ നീ ശുദ്ധീകരിക്കപ്പെട്ട് നീതിമാനെന്നുള്ള പദവിയിൽ നീ നിൽക്കുകയാണെങ്കിൽ, നീ ആരാധനയിലും കൊണ്ട് ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ, ആരാധനയിൽ നീ ശക്തി ബലപ്പെട്ട് കഴിയുമ്പോൾ, നിന്റെ ആരാധന മുഖാന്തരം നിന്റെ കുടുംബത്തിനകത്ത് ദൈവശബ്ദം ഉയരുമ്പോൾ, നിന്റെ ജീവിതത്തിൽ ആരാധന ശബ്ദം ഉയരുമ്പോൾ ശത്രു നടുങ്ങുവാൻ തുടങ്ങും. നീ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ, അവർ സിംഹം ഗർജിക്കുന്ന പോലെ നീ ദൈവത്തെ മഹത്വപ്പെടുത്തും. എന്ത് ചെയ്യും? കാട് നടുങ്ങി മൃഗങ്ങൾ നടുങ്ങുന്ന പോലെ നിന്റെ ശത്രുക്കൾ നടുങ്ങുവാൻ തുടങ്ങും, ഭയപ്പെടാൻ തുടങ്ങും. അവർ രക്ഷയില്ലാതെ 4 പാട് ചിതറി ഓടുവാൻ തുടങ്ങും. ചിതറി ഓടും. ഹല്ലേലൂയ.
ഒരിക്കലും ഒരു ദൈവദാസൻ പറയുക, എന്റെ പാസ്റ്റേ പ്രാർത്ഥനയുടെ ശബ്ദം കൊണ്ട് ഉയർന്നു കഴിഞ്ഞപ്പോൾ സഭയ്ക്ക് എതിരായി നിന്ന ശത്രുക്കൾ ഇതുവഴി ഓടിപ്പോയത് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞ് സഭയൊന്ന് സ്വസ്ഥമായി സ്വതന്ത്രമായെന്ന് പറഞ്ഞു. അതെ, അങ്ങനെയൊക്കെ ദൈവം വെളിപ്പെടുത്തും കേട്ടോ. അല്ലേ, അത് നിന്റെ ശത്രുവിനെ ദൈവം ഓടിക്കും. അല്ലേ, നീ സിംഹം ഗർജിക്കുന്നത് പോലെ നീ ആരാധന നീ ശക്തമായി മാറണം. അല്ലേ, നീ തളരുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്, നീ ഉണരുവാനാ, അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് ദൈവത്തിന് വചനം പറയുന്നത് അല്ലേരിയ, കാട്ടുമൃഗങ്ങളെല്ലാം ഭയന്നോടും. അല്ലേരിയ, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞൊരു ഭാഗമുണ്ട്. പൗലോസ് പറഞ്ഞൊരു ഭാഗം 2 കൊരിന്ത്യർ ലേഖനം അല്ലേരിയ 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുക, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. അല്ലേലിയ, പൗലോസ് പറയുക, ഞങ്ങൾ അധൈര്യപ്പെടാതെ, അല്ലേലിയ, അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുകയാണെന്ന് പൗലോസ് പറയുക. അല്ലേലിയ, അത് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരിക്കലും അധൈര്യപ്പെട്ടു പോകരുത്. അധൈര്യപ്പെടുവാനല്ല ദൈവം നിന്നെ വിളിച്ചു എന്ന് പറഞ്ഞാൽ പൗലോസ് ധീരനായി നിലകൊള്ളുന്നത് തന്റെ അകത്തെ മനുഷ്യൻ ദിനം പ്രതി പുതുക്കം പ്രാപിക്കുന്നതുകൊണ്ടാണെന്ന് പറയുക. പുറമേയുള്ളവൻ എന്ന് പറയുന്നത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ മർത്ത ശരീരമാണ്. പുറമേയുള്ളതെന്ന് പറയുന്നത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ മർത്ത ശരീരമാണ്. അകമയുള്ളതെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ ആത്മാവാ. ദൈവം നമ്മുടെ പകം നീക്കുന്ന ആത്മാവാ. അകത്തുള്ളവൻ ഒരിക്കലും ക്ഷയിച്ചു പോകത്തില്ല. പുറമെയുള്ള ശരീരം, മർത്ത ശരീരം ക്ഷയിച്ചാൽ നിന്റെ അകത്ത് ആത്മാവുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, നിന്റെ അകത്ത് അഭിഷേകമുണ്ടെങ്കിൽ ഒരിക്കലും നീ ക്ഷയിച്ചു പോകത്തില്ല. നീ എവിടെയും വിജയിച്ചു കൊണ്ടിരിക്കും. പൗലോസിനെ പോലെ നിനക്ക് വെല്ലുവിളിച്ച് പറയാൻ കഴിയും, അല്ലേരി, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. കഷ്ടങ്ങൾ വരട്ടെ, നിന്ദകൾ വരട്ടെ, അപമാനങ്ങൾ വരട്ടെ, നീ ഏത് പ്രതിസന്ധിയുടെ കടന്നുപോയാലും അതിന്റെ നടുവിൽ നിന്റെ അകമയുള്ളവൻ ക്ഷയിച്ചു പോകാതെ നിന്റെ പുതുക്കത്തോടു കൂടി നിറത്തുവാൻ ദൈവശക്തന. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട് ഈ 2025 നിന്റെ ജീവിതത്തിനകത്ത് പുതുബലം പകരുവാൻ ദൈവം ആഗ്രഹിക്കുക, പുതുശക്തി പകരുവാൻ ദൈവം ആഗ്രഹിക്കുക. ശത്രുക്കൾ മുമ്പാകാൻ യേശുവിനും ദൈവം നിനക്കുണ്ട്. അല്ലേലിയ, അതുകൊണ്ടാണ് ദാവീദ് രാജാവും ഒക്കെ പറഞ്ഞ് നമുക്ക് സുപരിചിതമായ സങ്കീർത്തനമാണല്ലോ 23. സ്തോത്രം. കൂരിരുൾ താഴ്വരയിലൂടെ നടന്നു പോയാലും, കൂരിൽ താഴ്വരയിലൂടെ കടക്കേണ്ടി വന്നാലും, അഥവാ മരണനിഴലിൽ താഴ്വരയിലൂടെ പോകേണ്ടി വന്നാലും, കൂരിൽ താഴ് നടന്നാലും ഞാൻ ആർത്തും ഭയപ്പെടുകയില്ല. ഊരിരുളിന്റെ അനുഭവത്തിലൂടെ ദാവീദ് രാജാവ്, ദാവീദ് ആട്ടിടയനായി നടക്കേണ്ടി വന്നപ്പോഴും അല്ലേലിയ, ദാവീദിന് ഭയമില്ല. കാരണം ദാവീദ് പറയാൻ, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലുവിനെ ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് ദാവീദ് പറയും, എന്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കും, നിന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അതെ, ശത്രുക്കൾ കാണുക, നിനക്ക് വിരുന്നൊരുക്കുന്ന ദൈവമുണ്ട്. പൗലോസിനോട് ചോദിച്ചു നോക്കിയിട്ട് പൗലോസ് പറയും, പൗലോസേ, ആത്മജീവിതം എങ്ങനെയുണ്ട്? വിശ്വാസ ജീവിതം എങ്ങനെയുണ്ട്? സുവിശേഷ വേല എങ്ങനെയുണ്ട്? കർത്താവിന്റെ നാമത്തെ വിളിച്ചു പറയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് പൗലോസിന് ചോദിച്ച പൗലോസ് പറയും, എന്റെ സഹോദരൻ, വലിയ കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്. എങ്കിലും ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നതുകൊണ്ട് ജയത്തോടെ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക എന്ന് പൗലോസ് പറയും. നിനക്കത് പറയാൻ കഴിയുമോ സഹോദര, സഹോദരി? ഹല്ലേലൂയ. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, ക്രൈസ്തവ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം, അത് ഭയാനകമാണ്. പക്ഷേ നീ ഭാരപ്പെടണ്ട, നീ പ്രാർത്ഥിച്ചു തുടങ്ങുക. നീതിമാന്മാരോ ബാലസിംഹത്തെ പോലെ നിർഭയമായി വസിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ ഹല്ലേലൂയ, സിംഹബലം തന്ന് ദൈവം നിന്നെ നിർത്തും കേട്ടോ. രക്തം ചെയ്യും. പ്രൈസ് ലോർഡ്. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന് ചെയ്യുവാനുള്ളത്, നിങ്ങൾ അനുദിന ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഒരിക്കലും തളരുവാനല്ല ഈ വചനം നിന്നോട് പറയും, നീ ജയിക്കാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. വചനം നിന്നെ ശക്തിപ്പെടുത്തും, വചനം നിന്നെ ബലപ്പെടുത്തും, വചനം നിന്നെ ധൈര്യപ്പെടുത്തുക തന്നെ ചെയ്യും കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയുക, ഹല്ലേലൂയ, ഞങ്ങളുടെ മർത്ത ശരീരമാണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ അകത്തിയുള്ള മനുഷ്യന് മരിക്കാൻ കഴിയില്ല. ഈ മർത്ത ശരീരം ക്ഷയിക്കും. നമ്മുടെ മർത്ത ശരീരം, പുറമെയുള്ള മനുഷ്യൻ, പുറമെയുള്ള ജഡം ക്ഷയിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ
അകത്തുള്ള മനുഷ്യൻ, അകമയുള്ളവൻ ക്ഷയിക്കുവാനോ മരിക്കുവാനോ തളരുവാനോ കഴിയില്ല. ഹല്ലേലൂയ. ആമേൻ. അത് ബലപ്പെട്ടു വരികയാണെന്ന് എഫേസ്യ ലേഖനം 3:16 കൊലോസ് ലേഖനം 3:10 കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം പുതിയ മനുഷ്യന്റെ മഹാത്മ്യത്തെ കുറിച്ചാണ് അകത്തെ മനുഷ്യനെ കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്ന, പഴയത് കഴിഞ്ഞുപോയി എന്ന് പൗലോസ് പറയുമ്പോൾ, നാം ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിക്കുമ്പോൾ നമ്മുടെ പുറമെയുള്ള മനുഷ്യൻ മർത്യശരീരം ക്ഷയിച്ചു പോകും. എന്നിട്ട് അകമയുള്ള അകത്ത് പുതിയ മനുഷ്യന്റെ പുതിയതിന്റെ അനുഭവം ഉണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് അകമയുള്ളവന് മരിക്കാൻ കഴിയില്ല. അത് വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ അഭിഷേകത്തെ നിറയപ്പെട്ട, രൂപാന്തരം പ്രാപിച്ച, മാനസാന്തരം പ്രാപിച്ച അകമയുള്ള മനുഷ്യന്റെ മഹാത്മ്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. നിന്റെ അകമയുള്ളവൻ ഹല്ലേലൂയ ക്ഷയിച്ചു പോകുകയില്ല, അവന് മരിക്കാൻ കഴിയത്തില്ല. അത് നിന്നെ ജീവിപ്പിക്കുന്നതാണ്. പൗലോസ് പറയാ, ഹല്ലേലൂയ, ഈ വാക്യങ്ങൾ ശരിയായ യുവജനങ്ങൾക്ക് അത് പ്രയോജനമാണ്. അവർ ഇന്നത്തെ യുവജനങ്ങള് ഒത്തിരി വഴിതെറ്റിക്കൊണ്ടിരിക്കുക. ഒരുപാട് വഴിതെറ്റിക്കൊണ്ടിരിക്കുക. യുവജനങ്ങൾ മാത്രമല്ല, സകലരും വഴിതെറ്റിക്കൊണ്ടിരിക്കുക. മനുഷ്യനെ വഴിതെറ്റിക്കുന്ന വിധത്തിലുള്ള, കണ്ണം ചിപ്പിക്കുന്ന, മനുഷ്യന് മോഹങ്ങൾ തരുന്ന, ജഡത്തിൽ മോഹം ജനിക്കുമാറ് കണ്ണുകൾക്ക് ഇമ്പം തരുന്ന സുഖലോലുപമായ ചിത്രങ്ങളും പരസ്യങ്ങളും വിവിധ ഷോകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ പിശാച് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെ നശിപ്പിക്കാൻ പിശാച് പലതും കൊണ്ടുവരും കേട്ടോ. നീ അതിനകത്തൊന്നും വീട് പോകരുത്. കോമാളി വേഷം കെട്ടിക്കൊണ്ട് പലരും ടിവിക്കകത്ത് വരും. കോമാളി വേഷം കെട്ടിക്കൊണ്ട് പലരും കോമാളികളെ പോലെ TV വരും. ഹല്ലേലൂയ. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിനകത്ത് വരും. ആ കോമാളി വേഷം കെട്ടി നിൽക്കുന്നതിന്റെ കോമാളിത്തരം കണ്ടുകൊണ്ട് നിന്റെ ജീവിതം നീ തകർത്ത് കളയരുത്. ഈ കോമാളി വേഷം കെട്ടിവന്ന് ദൈവത്തെ, ദൈവസഭയെ അപമാനിച്ചവരും, അന്യഭാഷയ്ക്ക് വിപരീതമായി അന്യഭാഷ പറഞ്ഞ് പണമുണ്ടാക്കിയ കോമാളികളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ തകർന്നു പോയിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നിന്നെ തകർക്കുന്ന അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് നീ പോകരുത് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ സീരിയലുകളും ഈ സിനിമകളും ഒക്കെ വളരെ അശ്ലീലം കൊണ്ട് നിറയപ്പെട്ട്, സെക്സ് കൊണ്ട് നിറയപ്പെട്ട്, ഏത് കുഞ്ഞിനെയും ഏത് മുതിർന്നവരെയും പാപത്തിലേക്ക് നയിക്കുന്ന, പാപത്തിന്റെ ആസക്തി കൊണ്ടുവരുന്ന, നിങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന, നിങ്ങളെ അശുദ്ധമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന അശ്ലീലങ്ങൾ നിറഞ്ഞതാണ്. അതിന്റെ കണ്ണുകൊണ്ട് നീ കാണരുതെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അതിനെക്കുറിച്ച് നമ്മുടെ പ്രേംകുമാർ, ചലച്ചിത്ര പ്രേംകുമാർ പറഞ്ഞപ്പോൾ പലരും അദ്ദേഹത്തെ എതിർത്ത് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ശരിയല്ലേ? അദ്ദേഹം പറഞ്ഞ ശരിയായ കാര്യങ്ങളാണ്. എതിർക്കുന്ന, അശ്ലീലത്തോട് ഇഷ്ടപ്പെടുന്നവര് അദ്ദേഹം പറഞ്ഞ വാക്കുകളെ എതിർത്ത് പറയും. അല്ലേ? അശ്ലീലത്തെ ഇഷ്ടപ്പെടുന്ന, അശ്ലീലമായ ജീവിതത്തെ, അശ്ലീലമായ ജീവിത സാഹചര്യങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നവരും അതിൽ സന്തോഷിക്കുന്നവരും അതിനെ പ്രോത്സാഹിപ്പിക്കും. പക്ഷെ അതിനെ ഇഷ്ടപ്പെടാത്തവരെന്ത് ചെയ്യും? അതിനോട് എതിർത്ത് പറയും. അതുകൊണ്ട് നീ നിന്റെ അകത്തെ മനുഷ്യനെ നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. പൗലോസൊക്കെ ജയിക്കാൻ കാരണം എന്താ? പൗലോസൊക്കെ ഓട്ടം തികയ്ക്കാൻ കാരണം എന്താണ്? അവർ അകമയുള്ള മനുഷ്യൻ മരിക്കുന്നവനായിരുന്നില്ല. അവർ അകമയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നവനായിരുന്നു. അവരുടെ പുറമെയുള്ള മർത്യശരീരം ക്ഷയിച്ചാലും പൗലോസിന് അറിയാം, എന്റെ അകത്തുള്ളവൻ ക്ഷയിക്കത്തില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, എന്റെ അകത്തുള്ളവൻ ക്ഷയിച്ചു പോകരുത്. യുവജനങ്ങളും നിന്റെ അകത്തെ മനുഷ്യൻ ക്ഷയിച്ചു പോകരുത്. ഈ ലോകത്തിന്റെ പാപങ്ങൾക്കകത്ത് വീണ്, ലോകത്തിന്റെ ഇമ്പങ്ങൾക്കകത്ത് വീണ് നിന്റെ ആത്മജീവിതത്തെ കെടുത്തി കളയും പിശാച് പല തന്ത്രങ്ങളുമായി കടന്നു വരുമ്പോൾ അതിനു മുമ്പ് നീ പ്രാർത്ഥന മുന്നേറണം. ദുഷ്ടൻ നിനക്ക് നേരെ തകർക്കുന്ന പദ്ധതിയുമായി വരും. അവൻ മനുഷ്യ വേഷത്തിൽ വിധ രൂപ പാപങ്ങളിലൂടെ കടന്നു വരും. അവൻ പലവിധമായ വാക്കുകൾ, മധുര വാക്കുകൾ, പ്രച്ഛന്ന വേഷധാരിയായി നിനക്ക് മുമ്പിൽ പ്രത്യക്ഷമായി കഴിയുമ്പോൾ നീ അതിനെ കണ്ട് അതിനകത്ത് ജയിച്ചു പോകരുത്. നീ പ്രാർത്ഥനയിലേക്ക് വാ. ഹല്ലേലൂയ, രക്തജയം. പ്രൈസ് ദി ലോർഡ്. നീ പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്ന്, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിനക്ക് നന്മ ദൈവം തരും. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവം മറുപടി തരുമെന്ന്. അതുകൊണ്ട് ദൈവത്തിന് വചനം പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ എവിടെയും ചെയ്യിക്കണം. ഹല്ലേലൂയ. സാത്താൻ പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കും. നിങ്ങളെ സാത്താൻ പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കും. പാപം ധൈര്യത്തെ നഷ്ടപ്പെടുത്തും. ആത്മീയമായ ഉന്നത ബലത്തെ കെടുത്തിക്കളയും. അപ്പോൾ അശുദ്ധാത്മാക്കളെ തുരത്തുവാൻ സാധിക്കാത്ത വിധത്തിൽ നിനക്ക് മന്ത്രവാദികളുടെ ആചാരന്മാരുടെ എഴുത്തിരുത്തു നിൽപ്പാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ പിശാച് കറക്കുവാൻ തുടങ്ങും. നിന്റെ അകത്തെ മനുഷ്യന്റെ ബലം കുറയുമ്പോൾ
എല്ലാവിധ പോരാട്ടങ്ങളും നിനക്ക് നേരെ കടന്നു വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, യോഹന്നാന്റെ ലേഖനങ്ങൾ വായിക്കും. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം വായിക്കുന്നതുകൊണ്ട്, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ടെന്ന് യോഹന്നാൻ പറയുക. നിങ്ങളാണ് സാത്താനെ ഭയപ്പെടുത്തേണ്ടത്. അല്ലേ? നിങ്ങൾ സാത്താനെ ഭയപ്പെടുത്തണം. സാത്താൻ നിങ്ങളെയല്ല ഭയപ്പെടുത്തേണ്ടത്, നിങ്ങൾ സാത്താനെ ഭയപ്പെടുത്തണം. ഹല്ലേലൂയ, ആമേൻ. സാത്താൻ നിങ്ങൾക്ക് നേരെ കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ നീ മനസ്സിലാക്കിയിട്ട് നീ സാത്താനെ ഭയപ്പെടുന്ന അഭിഷേകത്തെ നിറയപ്പെടണം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ദൈവം യഹൂദ ഗോത്രത്തിലെ സിംഹമാണെന്ന് ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം ഹല്ലേലൂയ സ്തോത്രം വായിക്കുമ്പോൾ കാണാൻ, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 5-ാം വാക്യം പറയുമ്പോൾ, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ, ഹല്ലേലൂയ, ദാവീദിന്റെ വേരുമായവൻ പുസ്തകം ആമേൻ അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. അതെ, നമ്മുടെ ദൈവം യഹൂദ ഗോത്രത്തിലെ സിംഹമാ. യഹൂദ ഗോത്രത്തിലെ സിംഹമായ കർത്താവിന്റെ മകനായി മകളായി ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ച് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ ഇവിടുത്തെ ദുഷ്ടനെ കണ്ട് നീ ഭയപ്പെട്ടു പോകണ്ട. ഹല്ലേലൂയ, രക്തം ചെയ്യാം. അത് എന്നെ കേൾക്കുന്ന സ്നേഹിത, ആമേൻ സ്തോത്രം, നിങ്ങൾ ജയിക്കണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ആമേൻ സ്തോത്രം, നിങ്ങൾ ജയിക്കണം. യഹൂദാഗോത്ര സിംഹം നമ്മുടെ ദൈവം. നിങ്ങൾ അവന്റെ മക്കൾ ബാലസിംഹങ്ങളാണ്. ആകയാൽ നീതിമാന്മാരായി ജീവിക്കണം. യഹൂദാഗോത്രത്തിലെ സിംഹമായിരിക്കുന്ന യഹൂദാഗോത്ര സിംഹമായിരിക്കുന്ന കർത്താവിന്റെ മക്കളായി രാജസിംഹങ്ങളായി ബാലസിംഹങ്ങളായിരിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ തകർന്നാതെ നീതിമാന്മാരായി നിൽക്കണം, ധൈര്യത്തോടെ കൂടി നിൽക്കണം. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പുലിക്ക് ജനിച്ചത് പൂച്ചയാകത്തില്ല. പുലിക്ക് ജനിച്ചത് ഒരിക്കലും പൂച്ചയാകത്തില്ല. പുലിക്ക് ജനിച്ചത് പുലിക്കുട്ടി തന്നെയായിരിക്കും എന്ന് പറയുന്നത്. യഹൂദ ഗോത്രത്തിന്റെ രാജസിംഹമായിരിക്കുന്ന, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മക്കൾ ഒരിക്കലും അധൈര്യപ്പെട്ടു പോകാതെ ബാലസിംഹങ്ങളായി നിൽക്കണം. ഹല്ലേലൂയ, ബാലസിംഹങ്ങളായി കർത്താവിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. നിങ്ങൾ സിംഹക്കൂട്ടങ്ങളായി തല നിവർന്ന് ജീവിക്കണം. കർത്താവ് നിങ്ങളെ നീതിമാന്മാരാക്കി മാറ്റും. അതുകൊണ്ടാണ് യഹൂദ ഒരു ബാലസിംഹം എന്ന് വായിക്കുന്നത്. അമ്മ ഉൽപ്പത്തി പുസ്തകം 49-9 വായിച്ചാലും കാണുന്നത്, യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്ന് രാജദണ്ഡ് അവന്റെ കാലുകൾ ഇടയിൽ നീങ്ങിപ്പോയില്ലെന്ന്. ഹല്ലേലൂയ, യാക്കോബ് തന്റെ സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മക്കളെ അനുഗ്രഹിക്കുന്ന ഭാഗത്തും ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾ ധൈര്യത്തോടുകൂടി ഇരിക്കും. ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ പോകുക. വായിച്ച വചനം എന്താണ്? ആര് ഓടിക്കാൻ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാര് ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. അതെ, എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഈ 2025 നീ യഹൂദ ഗോത്രത്തിലെ ദൈവമായിരിക്കുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹമായിരിക്കുന്ന രാജസിംഹമായിരിക്കുന്ന കർത്താവിന്റെ ബാലസിംഹങ്ങളായി നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കണം. നിന്റെ ശത്രുവിനെ പരാജയപ്പെടും. നീ പ്രാർത്ഥിച്ചു തുടങ്ങ്. അവർ ഒരു വഴിയായി 7 വഴിയായി ഓടിപ്പോകും. കണ്ണുകളുടെ ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിയുടെ കേരളത്തിൽ 3 മുക്കാൽ കോടി ജനങ്ങൾ തലമുറ ഗണത്തിൽപ്പെടാത്ത അന്യസ്ഥാനത്തുള്ള ആളുകൾ, ഇന്ത്യയിലെ 140 കോടി ജന തലമുറപ്പെടാത്തവരിൽ ലോകരാജ്യം 800 കോടി തലമുറകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, പാപത്തിലും ശാപത്തിലും രോഗത്തിലും മദ്യത്തിലും മയക്കും വൻശലകരിക്കും അടിപ്പെട്ട് കിടക്കുന്നവർ, ആമേ കർത്താവ്, പെൺപാടി കർത്താവ്, സ്ത്രീമാവികളും ഭൂമാവിളും ബ്ലേഡ് പലിശ, കൊള്ളപ്പലിശയും അദ്ഭുതമായ ജീവിതം, അശ്ലീലമായ ജീവിതം നയിക്കുന്ന എല്ലാ കർത്താവ് ജനികമായ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന ജനത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സകല ദുഷ്പ്രവൃത്തി വിട്ട് മടങ്ങി വരുവാൻ, അഴിമതി, കരിഞ്ഞത്, പൂഴ്ത്തിവ്, പിടിച്ചവരി, മോഷണം, കുലപാതകം, കൊള്ളകൾ, പീഡനങ്ങൾ, ബലാത്സംഗങ്ങൾ, മാരകമായ മയക്കുമരുന്ന് ദുരുപയോഗത്തിനൊക്കെ അടിമകളായി കിടക്കുന്ന ജനങ്ങൾ വിടിവിക്കപ്പെട്ടു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരം യൗവനത്തിനും വാർത്തയും ജ്ഞാനവും വൃത്തരും വശന യാചകർ, ഓർഫണേജ്, കോളേജ് തടവറയിലായിരിക്കുന്ന കർത്താവിന്റെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ലോക ജില്ലാ ഭരണ സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുക, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, ഗോത്രങ്ങളെ, ദ്വീപുകളെ ഭരിക്കുക, ആദിവാസികളെ, ട്രൈബൽ ഗോത്രവിഭാഗങ്ങളായിരിക്കുക സകല ജനത്തെയും കരസേന, വ്യോമസേന, നാവികസേനത്തിക അതിർത്തികൾ കാക്കുന്ന BSCRP സൈന്യത്തിനായി രഹസ്യാന്വേഷണങ്ങളെ, ക്രമസമാധാന പാലക, നിയമ
നിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, പോലീസിലെ ജുഡീഷ്യൽ വിവിധ സെക്ഷനുകളെ, സഹകരണമേലും പൊതുമേഖല, ആരോഗ്യമേഖല, സാമ്പത്തികമേലും ബാങ്ക്മേഖലയായിരിക്കും സർക്കാർ എല്ലാ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരെയും കരയിലും കടലും ആകാശമാർഗം വാഹനോടി വാഹന യാത്ര വാഹനം സെയിൽസ് ചെയ്യുന്നവർ, കടയിലൂടെ വാസതി മത്സ്യബന്ധനം കടന്നുപിടിക്കുന്ന സാമി കൺഷൻ മെക്കാൻ മോട്ടോർ യൂണിയൻ രംഗത്ത് എല്ലാ ടാക്സി ഓട്ടോ സർവീസിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് ക്ഷീരമേലും കാർഷികമേലും ചേർന്നവർ എന്റെ വ്യാപാരി വ്യവസ്ഥ വഴിയൂര കച്ചവടക്കാരെ, അമ്മയും മത സാമൂഹിക സംസ്കാര മാധ്യമ സ്ഥലത്ത് രംഗം നിൽക്കുന്ന സയന്റിസ്റ്റ് എഞ്ചിനീയർമാരെ, എല്ലാ ഭരണദേശ പാർട്ടികളെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥികളുടെ സകല ജനങ്ങൾ മാനസാന്തരമായി സുവിശേഷമായി തീരുവാൻ നിത്യജീവന്റെ അവകാശങ്ങളായി നീതിമാന്മാരെ പോലെ കർത്താവ് ബാലസിംഹമായി ജീവിപ്പാൻ കർത്താവ് ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നത്. എല്ലാ പാപശാപ രോഗ ബന്ധനങ്ങളും മഹാവ്യാധി ജനം വിടിവിക്കപ്പെട്ട് കഷ്ടതയുടെ ഭാര്യത്തെ ശാപത്തിൽ കടന്നു പോകുന്ന സാമ്പത്തിക ഞെരുക്കത്തെ കടക്കണിയാൽ ഭാരപ്പെടുന്ന ജപ്തി നടപടി നേരിടുന്ന മഹാവ്യാധിയാൽ ഭാരപ്പെടുന്ന അനവധി ആളുകൾ ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽ വിടിവിക്കപ്പെട്ട് സമാധാനത്തിലേക്ക് മടങ്ങിയൊരു ഞങ്ങൾ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ദുഷ്ടന്റെ പദ്ധതിക്കകത്ത് ദുഷ്ടന്റെ തന്ത്രങ്ങളിൽ ലോകത്തിന്റെ അശ്ലീലമായ മായയായ കൂത്ത് കാഴ്ചയിൽ അകപ്പെട്ടു പോകാതെ ഈ ജനം വിശുദ്ധീകരിക്കപ്പെട്ട് യഹൂദ ഗോത്രത്തിലെ രാജസിംഹമായിരിക്കുന്ന കർത്താവിന്റെ ബാലസിംഹങ്ങളെയും മക്കൾ കർത്താവിനെ ആരാധിക്കുന്നവരെ തീരുവാൻ ജനത്തെ ഒരുക്കണം. അന്ധവിശ്വാസങ്ങൾ, അനാചാരം, മതാമിയും പെരുകുമ്പോൾ, ആഭിചാരം, മാത്രവാദ കൂടുതൽ ശുദ്ധശക്തികൾ പെരുകുമ്പോൾ മനുഷ്യനെ തകർക്കുന്ന സകല പൈശാചികമായി മണ്ഡലത്തിലെന്നറിയുന്നു ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെടും ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ ഒരു ഏറ്റവും വാസനമായിരിക്കുന്ന കാലഘട്ടത്തിൽ ജനം വിശുദ്ധിയോടെ ദൈവത്തെ ശ്രുതിക്കുന്ന ഒരു അനുഭവത്തിനായി ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന ദേശത്തും വിദേശത്തും സ്വാമി ആയിരിക്കുന്നവർക്ക് അകട്ടസൈന്യം വേന്നും പേര് കടന്നു പോകുന്നവരെ ഓർക്കുന്നു. കർത്താവ് എല്ലാ മേഖലയിലെ ജനത്തെ വിശുദ്ധീകരണം കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ.